നമസ്കാരം. ഇത് നല്ല നിലക്കടല വറുത്ത് ഇതിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞ് ഇതിനെ ഒന്ന് വെള്ളപ്പാവിലിട്ട് എടുത്ത് നല്ലൊരു കടലേച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ പുറപ്പാടാണ്. അപ്പോൾ ആ നിലക്കടല നല്ല രീതിയിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയുന്ന സമയത്ത് ഇതിൻ്റെ ചൂളിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം ആണ് നമ്മൾ കടലേച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം വറുത്ത് ആയ നിലക്കടലേന ഇതേപോലെ നമ്മൾക്ക് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൂളികളെല്ലാം ഒഴിവായി കിട്ടും. പിന്നീട് അതൊന്ന് ചേറിക്കഴിഞ്ഞാൽ ആ ചൂളികളൊക്കെ മാറി നല്ല ശുദ്ധമായ നിലക്കടല കിട്ടും. നമസ്കാരം. അപ്പോൾ ചൂളി കളഞ്ഞ് വൃത്തിയാക്കിയ ഈ നിലക്കടല ഇനി നമുക്ക് വെള്ളപ്പാവിലിട്ട് അതിനെ കടലേച്ചാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പൂഴിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടല വറുത്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ധാരണയുണ്ട്. എന്നാൽ അത് വേണ്ട. സാധാരണ വറുക്കാൻ തന്നെ നമ്മൾക്ക് സാധിക്കും. പൂഴിയിടാണ്ട് തന്നെ ചട്ടിയിലോ അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ ആയാലും നല്ല രീതിയിൽ ഇതേപോലെ നമ്മൾക്ക് വറുത്ത് എടുക്കാൻ പറ്റും. വറുത്തെടുത്ത് അതിൻ്റെ ചൂളി കളഞ്ഞ് മനോഹരമായി എടുത്തിട്ടുള്ള ഈ ഇത്. ഇനി ഇത്ര വലിപ്പം കൂടിയ കടലേച്ച് വേണ്ടാകുന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് അതിനെ പൊടിയാക്കി കഴിഞ്ഞാൽ നല്ല ചെറിയ രീതിയിലുള്ള കടലയോട് കൂടിയിട്ടുള്ള കടലേച്ച് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കടലേച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ശർക്കര പാനി റെഡിയാക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് കടലേച്ച് ഉണ്ടാക്കണമെങ്കിൽ ശർക്കര പാനി വേണം. അങ്ങനെ ശർക്കര കുറച്ചെടുത്ത് സ്റ്റൗവിൽ വെച്ച് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഉരുകി വെള്ളം പോലെ വരും. കുറച്ച് പഞ്ചസാരയും ഇടാം. അപ്പോൾ നമസ്കാരം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് നെയ്യ്, കുറച്ച് ഏലക്കായപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആവശ്യമുള്ള ആകൃതിയിലുള്ള പാത്രത്തിലേക്ക് നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് വേണമെങ്കിൽ റൗണ്ടായിട്ടുള്ള ചെറിയ കിണ്ണത്തിലേക്ക് എടുക്കാം. അതല്ല നല്ല രീതിയിൽ ഒരു വലിയ കട്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേറ്റുകളിലേക്ക് എടുത്ത് അതിനൊന്ന് മയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ കടലേച്ച് നമ്മൾക്ക് കഴിക്കാൻ പാകത്തിന് റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായ്പ്പൊടി ഇടുന്നു, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇതൊക്കെ ചെയ്ത് അതിനെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ ശർക്കര പാനിയിൽ വെന്തിട്ടുള്ള സാധനമായി കിട്ടും. നമ്മൾ റെഡിയാക്കിയ ആ കടലേച്ചിൻ്റെ പാകം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. ഞാൻ ഈ രൂപത്തിലാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് അതിലേക്ക് പകർന്നാൽ ഈ പാത്രത്തിന് പറ്റിപ്പിടിക്കുന്നത് ഒഴിവായി കിട്ടും. അതല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് മയപ്പെടുത്തിയെടുക്കുക, അതിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കടലേച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ആവശ്യാനുസരണം കത്തി കൊണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കോരിയെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാം. നല്ല രീതിയിലുള്ള ഒരു
കടലേച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ സാധിക്കും. ഇത് ചിലവ് കുറഞ്ഞ് വീട്ടിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എള്ളുണ്ടേൻ്റെ ഒരു ടേസ്റ്റും കൂടി നമ്മൾക്ക് കിട്ടും. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് മാറും. അതിനുശേഷം ഇതിനെ നമ്മൾക്ക് ഇതേ രീതിയിലുള്ള ഉണ്ടകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനുള്ള ഒരു ഗുണം കിട്ടും. അപ്പോൾ ഇതിന് എള്ളുണ്ട അതല്ലെങ്കിൽ നിലക്കടല വറുത്തിട്ടുള്ള കടലേച്ചിന ഉണ്ടകളാക്കി മാറ്റാവണമെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് സൂക്ഷിക്കണമെങ്കിൽ അതിനെ നമ്മൾ ഈ രീതിയിലുള്ള ഉണ്ടകളാക്കിയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോഴും കുട്ടികൾക്കും നല്ലവർക്കും അവർക്കും കഴിക്കാനുള്ളൊരു സൗകര്യം കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ആ കടലേച്ച് ഈ രൂപത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾക്കെല്ലാം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാനുള്ള ഒരു ഉണ്ടയായിട്ട് മാറും. അങ്ങനെ കുറച്ച് നേരത്തെ നമ്മളവിടെ എന്താ പറയുക കടലേച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അങ്ങനെ കടലേച്ച് ഉണ്ടാക്കി. അപ്പോൾ അത് കഴിക്കുന്നത് നിങ്ങളിവിടെ കാണിച്ചു തരണ്ടേ. അപ്പോൾ കടലേച്ച് ഉണ്ടാക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ വിധാനം: നിലക്കടല വറുത്ത് കോരുക, എണ്ണയിലല്ല സാധാരണ വറുക്കുക, അതിൻ്റെ ചൂളി കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുക്കുക. ശേഷം ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനിയിൽ നമ്മൾ വറുത്ത് വെച്ച നിലക്കടല ഇട്ട് ഇളക്കിയെടുക്കുക. അതിൻ്റെ കൂടെ മേൽപ്പൊടിയായിട്ട് നമ്മൾക്ക് ചുക്കുപൊടി, ഏലക്കായ്പ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് എള്ളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിമനോഹരമായ കടലേച്ച് ഉണ്ടാവും. അത് കഴിക്കാൻ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാ, അപ്പോൾ ആ കടലേച്ച് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അതിമനോഹരവും ടേസ്റ്റോടു കൂടിയ സാധനം. എന്താ ടേസ്റ്റും ഇങ്ങനെ ഒരു കടലേച്ച് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കാം. ഒരുപാട് നെയ്യൊന്നുമില്ല. അവൻ്റെ